ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സേമിയ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം. അത് നന്നായി വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതിലോട്ട് ഉണക്കമുന്തിരി ഇട്ട് വറുത്ത് കോരിയെടുക്കാം. വറുത്തെടുത്ത് കോരി മാറ്റി വെക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കറുത്ത മുന്തിരിയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അത് ഫ്രൈ ആയതിന് ശേഷം അത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ 1 കപ്പ് സേമിയ നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത സേമിയ അല്ല ഞാൻ എടുത്തത്. വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. സേമിയ എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും അതേ പാനിൽ തന്നെ ചേർത്ത് 1/2 കപ്പ് പഞ്ചസാരയും 4 ഏലക്കായും ഇട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കേക്കിൽ ചേർക്കുന്ന ഫുഡ് ജെൽ കളറാണ് ചേർക്കുന്നത്. നന്നായിട്ട് അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി പാലൊന്ന് കുറുകി വരുമ്പോൾ അതിലോട്ട് നമുക്ക് മാറ്റിയെടുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് നന്നായിട്ട് വറ്റിയെടുക്കേണ്ടതാണ്. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച കാഷ്നട്ടും മുന്തിരിയും അതിലോട്ടിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. എന്നിട്ടൊരു പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലോട്ട് ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അയക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ്.